നമസ്കാരം. ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ ഈ സിനിമ നടനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് പൊടിപ്പും തൊങ്ങലും കൊടുത്തു. അതുപോലെ തന്നെ വിൻഷി അലോഷ്യസ്, പിന്നീട് അൻസിബ ഹാസൻ എന്ന് പറഞ്ഞ ഈ AMMA എന്ന് മാധ്യമങ്ങൾ പറയുന്ന അമ്മ സംഘടനയിലെ എന്തോ അന്വേഷണ കമ്മീഷനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവർക്ക്. ഇതൊക്കെ പ്രത്യേക ലോകമാണല്ലോ, ഇതൊക്കെ കുറേ പാരലൽ വേൾഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഹാർത്ഥികളെയൊക്കെ പീഡിപ്പിച്ചാലോ അവർക്കെതിരെ പരാതി വന്നാലോ ആരാണ് അന്വേഷിക്കുന്നത്? അവർ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും. എന്നിട്ട് അത് തീവ്രതയുള്ള പീഡനമാണോ തീവ്രത കുറഞ്ഞ പീഡനമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവർ തന്നെയാണ് നടപടികൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ കോടതികളും പോലീസുമൊക്കെ? ഇനി സിനിമാക്കാരുടെ ഇടയിലാണ് ഇതേപോലെ സംഭവിക്കുന്നതെങ്കിൽ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന അവരന്വേഷണം പ്രഖ്യാപിക്കുന്നു, അവരന്വേഷിക്കുന്നു, അതിനുശേഷം അവർ നടപടിയെടുത്തു എന്ന് പറയുന്നത്. ഇന്നേ വരെ എന്തെങ്കിലും നടപടി എടുത്തായിട്ട് അറിയാമോ? അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരെയൊക്കെ അവർ ഒതുക്കിയിട്ടുണ്ട്. അത് പണ്ട് തിലകൻ്റെ കാര്യം മുതൽ നമുക്കറിയാം. പക്ഷേ അല്ലാതെ ഈ ഷൈൻ ടോം ചാക്കോയെ തന്നെ ആദ്യമായിട്ടാണോ ഈ മരുന്നടിയുടെ കേസിൽ പിടിക്കുന്നത്? അല്ലല്ലോ. ഇതിനു മുമ്പ് അയാളെ പിടിച്ചിട്ടുണ്ട്, പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്ത് നടപടി ഉണ്ടായി? അയാൾ ജയിലിൽ കിടന്നു? ഇല്ലല്ലോ. അയാൾ അതിനുശേഷം തിരിച്ചു വന്ന അയാൾക്ക് സിനിമയിൽ ചാൻസ് കൂടുകയാണോ ചെയ്തത്, കുറയുകയാണ് ചെയ്തത്? തീർച്ചയായിട്ടും അവസരങ്ങൾ അയാൾക്ക് കൂടി, കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ അയാൾക്ക് കിട്ടി. ഇന്ന് 4 പേർ അറിയുന്ന നിലയിലേക്ക് അയാൾ എത്തി. ഇത് സിനിമയുടെയും രാഷ്ട്രീയക്കാരുടെയും കാര്യമാണെങ്കിൽ മാധ്യമങ്ങളിലേക്ക് നോക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത വെച്ചിട്ട് മാധ്യമങ്ങളാണ്. കാരണം അല്ലെങ്കിൽ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറെ വാർത്തയ്ക്ക് പിന്നാലെ മെനക്കെട്ട് നടക്കേണ്ടി വരും. അതാകുമ്പോൾ മെനക്കെടാം. ഇതാകുമ്പോൾ സിനിമാക്കാരുടെ കാര്യമാകുമ്പോൾ ഒരു കുറച്ച് സത്യം ഉണ്ടായാൽ മതി, ബാക്കി മൊത്തം കയ്യിൽ നിന്നിട്ട് അവർക്ക് പൊലിപ്പിക്കാൻ പറ്റും. പക്ഷേ വിഡ്ഢികളായിട്ടുള്ള പ്രബുദ്ധ മലയാളികൾ ഇതിൻ്റെ പിന്നാലെയാണ് 2 ദിവസം കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ വിവാദം തന്നെ നോക്കുക. ഇത് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനാണ്, നാടകമാണ്. സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു. ഈ 2 പേര് തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരെ വെച്ച് ഒരു സിനിമ പിടിക്കുമ്പം 4-5 കോടി രൂപയ്ക്ക് അതിനുള്ളിൽ തന്നെ അത് തീർക്കാൻ പറ്റും. ഒരു 10 ദിവസം മര്യാദയ്ക്ക് തിയേറ്ററിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വാരാൻ പറ്റും. അത് തന്നെയാണ് ഉദ്ദേശം. ഈ മറ്റ് സിനിമ പ്രൊമോഷനൊക്കെ നടത്തുമ്പോൾ അതിന് വലിയ കാശിയലവുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും ചെറിയ വിവാദം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും അതിൽ സ്വയം അങ്ങ് അഭിനയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജനങ്ങൾ അങ്ങ് വിജയിപ്പിച്ചോളും. അതിന് മാധ്യമങ്ങൾ പരമാവധി എണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി ഈ മാധ്യമങ്ങളുടെ കാര്യം നോക്കുക. ഈ മാധ്യമ സ്ഥാപനത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്വാൻ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അടിവസ്ത്രത്തിൻ്റെ നിറമെന്ത്, സൈസ് എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് അവിടെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവർക്ക് അയാളെ അവിടുന്ന് മാറ്റേണ്ടി വന്നു. കുറച്ചു കാലം മാറി സോഷ്യൽ മീഡിയയിൽ പോയി ഒരു ചാനലൊക്കെ ആയിട്ടിരുന്നു. പിന്നീട് വീണ്ടും പൂർവാധിക ശക്തിയോടെ അയാൾ ഇപ്പോഴും വന്ന് വാർത്ത വായിക്കുന്നത് നമ്മൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഈ സംഗതികളൊക്കെ നടന്നിട്ടും ഇവരൊക്കെ എന്ത് നടപടിയാണ് എടുത്തത്? ഇവിടെയൊക്കെ ആരാണ് ശരിക്കും വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അന്വേഷണ കമ്മീഷനും അവർക്ക് നടപടിയെടുക്കാനുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള സെറ്റപ്പും നമ്മളെപ്പോലുള്ളവർക്കൊക്കെ മറ്റ് കോടതിയും പോലീസുമൊക്കെ. നമ്മളൊക്കെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇത്തരക്കാരുടെ ഇത്തരം നാടകങ്ങൾക്ക് നമ്മൾ കൊണ്ട് തലവെച്ച് കൊടുക്കണോ? ഇത് തന്നെ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയും ഈ വിൻസി അലോഷ്യസ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ മാലാപാർവതിയൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ്റെ ഈ മരുന്നടിയെ പറ്റി പറയുമ്പോൾ ഇവൻ സിനിമയിൽ അഭിനയിക്കുന്നതിനെയും കണ്ടിന്യൂറ്റിയെ പറ്റി പറഞ്ഞ് അവർ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുക. എന്താ അവർക്കത് അല്ലാതെ പറ്റില്ല. അവരുടെ മകൻ മുമ്പ് മറ്റൊരു എന്താ പറയുക ട്രാൻസ്ജെൻഡറോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന് അവർക്ക് ഇതിനെയും പ്രതിരോധിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങേയറ്റം മലീമസമായിട്ടുള്ള ചില സംഗതികളാണ് ഈ 3 മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യമൊന്നും അറിയാതെ നിരന്തരം 1-2 തവണയൊക്കെ വിഡ്ഢികളാക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ വിഡ്ഢികളാക്കപ്പെടുന്നത് തൊഴിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എത്ര ദിവസം കൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ നികുതി പണം കൊണ്ട് കോടികൾ ചെലവിട്ട് അന്വേഷിച്ചു, മാസങ്ങളോളം അന്വേഷിച്ചു. അതിനുശേഷം ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അവരത് പൂഴ്ത്തിവെച്ചു കുറേ മാസങ്ങൾ. പിന്നീട് ഒരു സമയത്ത് അവർക്കത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയെന്ന് പറയേണ്ടി വന്നു. എന്നിട്ട് അതിലെ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു. ഏതാനും പേജുകൾ മാത്രമാണ് പറഞ്ഞു, വലിയ കാര്യങ്ങളെല്ലാം മൂടി വെച്ചു. അപ്പോൾ രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, മാധ്യമപ്രവർത്തകർ ഇവരെല്ലാവരും കൂടി ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്നു. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ ഒതുക്കി തീർക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വിഡ്ഢികളെ പോലെ കണ്ണും പിടിച്ചിട്ടൊക്കെ കണ്ട് ഇവർക്കുള്ള റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇവർക്കുള്ള പണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഇവരുടെ സിനിമ വിജയിപ്പിച്ചു കൊടുക്കുന്നു. ശരിക്കും ആലോചിച്ച് നോക്കൂ, പ്രബുദ്ധരാണ് എന്ന് പറയാൻ നമുക്ക് 1% അർഹതയുണ്ടോ?